കുട്ടനാട്ടിലെ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ യാത്രാക്ലേശം രൂക്ഷമാകുന്നു. ഒന്നാംകര പാലം മുതൽ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വരെയുള്ള റോഡിൽ കാൽനട യാത്ര പോലും അസാധ്യമായ രീതിയിൽ റോഡ് തകർന്നു കിടക്കുകയാണ്. 30 വർഷം മുൻപ് നിർമ്മിച്ച വഴി നവീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ ഒന്നാംകര പാലം മുതൽ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വരെയുള്ള 1 കിലോമീറ്ററിലധികം വരുന്ന വഴിയുടെ നവീകരണമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോറിക്ഷകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ റോഡ് നിർമ്മിച്ചത്. എന്നാൽ ഇന്ന് കാൽനടയാത്ര പോലും ഇവിടെ ദുഷ്കരമാണ്. ഓരോ വെള്ളപ്പൊക്ക കാലത്തും പ്രദേശവാസികൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ്. 5 വർഷം മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിയിൽ 5 ലക്ഷം രൂപ ചെലവഴിച്ച് 200 മീറ്ററും അടുത്തിടെ MLA ഫണ്ട് ഉപയോഗിച്ച് 200 മീറ്ററും കോൺക്രീറ്റ് ചെയ്തിരുന്നു. എന്നാൽ റോഡിന്റെ ബാക്കി ഭാഗം പൂർണ്ണമായും സഞ്ചാരയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു നല്ലൊരു ഫണ്ട് അനുവദിച്ചു തന്ന് ഈ വഴി ഒന്ന് സഞ്ചാരയോഗ്യമാക്കി തരിക. കുട്ടികൾ സ്കൂളിൽ പോകുന്നതും മുമ്പേ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോകുന്നത് ഒത്തിരി ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു വഴിയാണിത്. ഈ വഴിയുടെ ദുരന്താവസ്ഥ കാരണം ഇപ്പോൾ അക്കരയിൽ ഒരു കൽക്കെട്ടിലൂടെ നടന്നാണ് പലരും പോകുന്നത്. ആ കൽക്കെട്ടിലൂടെ നടക്കാനായിട്ട് സ്ത്രീകൾക്കൊക്കെ പാടാണ്. അവർ തെന്നി വെള്ളത്തിൽ പോകും. അങ്ങനെ അനേകം അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ കാട് പിടിച്ച് കിടക്കുന്ന വഴിയിൽ ഒരു രാത്രികാലങ്ങളിൽ ഒരു ഭീതിതമായ അന്തരീക്ഷമാണ് ഇവിടെ. ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഞങ്ങൾ പന്തം കൊളുത്തിയാണ് ഈ വഴിയെ നടക്കുന്നത്. റോഡിലിപ്പോൾ ഏകദേശം 700 മീറ്ററോളം കാടും പുല്ലും വളർന്നു നിൽക്കുകയാണ്. ഓട്ടോ പോയിരുന്ന വഴി ഇപ്പോൾ നടവഴി പോലെ ആയിട്ടുണ്ട്. വഴിയിൽ വെള്ളം കയറുന്നതിനാൽ മറുവശത്തെ കൽക്കട്ടയിലൂടെ വേണം പ്രദേശവാസികൾക്ക് AC റോഡിലേക്ക് എത്താൻ. കുട്ടികളടക്കമുള്ളവർ ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വണ്ടി കടന്നു പോലെയുമ്പോൾ ശരീരത്തിനും അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ വഴിയെങ്കിലും അധികാരികൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് ചെയ്തു തരണം. ഒരു ആശുപത്രി കേസായിട്ട് പോകാനാണെങ്കിൽ തന്നെയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ്. ഇതുവഴി വണ്ടി പോകാൻ അപ്പുറത്തെ വഴിയെ കൂടെ വണ്ടി പോകത്തില്ല. അതുവഴിയെല്ലാം വെള്ളമാണ്. അതുകൊണ്ട് ഇപ്പം ഉള്ള ഏക ഒരു മാർഗം ഇതേ ഉള്ളൂ, ഈ ഒരു വഴിയേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം ഈ വഴിയൊന്ന് ശരിയാക്കി തരണമെന്ന് അധികാരികളോട് ഒന്ന് പറയുന്നു. 100-ലേറെ കുടുംബങ്ങളാണ് ഈ വഴി ഉപയോഗിക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയാണ്. കൃഷിയിടങ്ങളിലേക്ക് വിത്തും വളവും കൊണ്ടുപോകുന്നതും ഇതുവഴിയാണ്. റോഡ് ഉയർത്തി നിർമ്മിക്കാത്തതിനാൽ വേലിയേറ്റ സമയത്ത് തോട്ടിൽ നിന്ന് വെള്ളം കയറുന്നത് കൃഷിയെയും ബാധിക്കുന്നുണ്ട്. വർഷങ്ങളായുള്ള തങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ റോഡ് അടിയന്തരമായി നവീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.